ശബ്ദത്തിനൊരു ചെറിയ കുഴപ്പമുണ്ട്, ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര സമരയാത്രയെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച മുഴുവൻ നേതാക്കളും നിങ്ങളോട് സൂചിപ്പിച്ചു. സങ്കടക്കടലാണ് മലയോരം, ഭീതിയാണ് എല്ലാവർക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ബത്തേരിയിൽ പോയപ്പോൾ ഒരു ദിവസം പറഞ്ഞു 5 കടുവ ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ഒരു ആശുപത്രി പോകാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ പറ്റുമോ? പശുവിനെ കറന്ന് പാലൊന്ന് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പേടിയാണ്, ഭീതിയാണ്, മുഖത്ത് നോക്കിയാൽ ഭീതിയാണ്. ഞാൻ മാനന്തവാടിയിൽ അജീഷിനെ കൊല ചെയ്തു, വന്യമൃഗാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. വീട്ടിൽ പോയപ്പോൾ 6ാം ക്ലാസ്സുകാരിയായ മകൾ എന്നോട് ചോദിച്ചു, ഞാൻ അനാഥയായി സാറേ, ഇനി ഒരു അനാഥയും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മുടെ ചങ്കി കുത്തുന്ന ചോദ്യമാണ്. ആ സങ്കടം നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? കൃഷി മുഴുവൻ നശിച്ചു. പണ്ട് മലയോരത്ത് ചേനയും ചേമ്പും കപ്പയും നടും, ഇപ്പോഴോ എല്ലാം പന്നി കുത്തി മലത്തി കളയും. തെങ്ങിൽ കയറി നാളികേരം മച്ചിങ്ങ പരുവത്തിലാവുമ്പോൾ കുരങ്ങനിട്ടുണ്ട് പോകും. വാഴത്തോട്ടം ആന ആക്രമിക്കും. ഏത് സമയത്തും ആന വരാം, കടുവ വരാം, കാട്ടുപോത്ത് വരാം, പുലി ഇറങ്ങാം, കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോവാം. ഇതൊക്കെ വർദ്ധിച്ചു വരിക. ഗവൺമെൻറ് എവിടെയാ? ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടി പറയുന്നു, ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലം നിരന്തരമായി കേരളത്തിൻ്റെ നിയമസഭയിൽ മലയോരത്തെ കർഷകരുടെ സങ്കടങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഒരു നിയമസഭാ സെഷൻ പോലും ഇത് പറയാതെ ഞങ്ങൾ ബാക്കി വച്ചിട്ടില്ല. എന്താ മറുപടി? നിസ്സംഗമായ മറുപടിയാണ്. എന്നിട്ട് ഈ പ്രാവശ്യം നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുക എന്താണെന്നറിയോ? കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഇവർക്കല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഭൂമിയിലല്ലേ? അവർ തന്നെ തന്ന കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. 2018 മുതലുള്ള കണക്ക്. ഇതുവരെ ഉണ്ടായത് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ. മരിച്ചത് എത്രയാ? 1000-ത്തിലധികം പേർ. ഗുരുതരമായി പരിക്കേറ്റവരെത്രയാ? 8,000-ത്തിലധികം പേർ. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. 4,000-ത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. ഇവിടെ ഈ പഞ്ചായത്തിൽ കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് ഷാജി 2 വർഷം മുമ്പ് മരിച്ചു ഇല്ലേ? ഭാര്യയ്ക്ക് ഇതുവരെ ഒരു സ്ഥിര ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. കൊട്ടിയൂരിൽ, കണ്ണൂരിൽ ജസ്റ്റിൻ ഭാര്യയുമായി പള്ളിയിൽ പോവുമായിരുന്നു. ആന ചവിട്ടി 2 പേരെയും, ഭാര്യയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ജസ്റ്റിൻ മരിച്ചു, ആന ചവിട്ടി കൊന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ. കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്ക് തള്ളിയിട്ടു. ആന നെഞ്ചിൽ കാലെടുത്തു വെച്ചു. കാല് വച്ചപ്പോൾ തന്നെ 6-7 വാരിയെല്ലാം ഒടിഞ്ഞുപോയി. പിന്നെ ആന വേണ്ടാന്ന് വിചാരിച്ചു, തിരിച്ച് കാലെടുത്തു. കാലിൽ ആനയുടെ നഖം കൊണ്ടു. ചെലവായത് 15 ലക്ഷം രൂപ. ഒറ്റ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല. 100 കണക്കിന് ആളുകൾ ചികിത്സിക്കാൻ പണമില്ലാതെ നട്ടെല്ല് തകർന്ന് കിടക്കുന്നു. ചില ആളുകൾ ഒരു പൈസ കൊടുത്തിട്ടില്ല. ഇന്ന് നിലമ്പൂരിൽ 2 കുടുംബം ആന ഈ മാസം ചവിട്ടിക്കൊന്ന മണിയുടെയും സരോജിനിയുടെയും കുടുംബം പാവങ്ങൾ. ഒരു കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. അതിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴാണ് ആന ആക്രമിച്ചത്. അതിനെ രക്ഷിച്ചു മണി. കൃഷിയൊക്കെ പോയി. പശുവിനെ കിടന്നാണ് ആളുകൾ ജീവിക്കുന്നത്. ആ പശുവിനെയാണ് കടുവയും പുലിയും പിടിച്ചുകൊണ്ട് പോകുന്നത്.
എങ്ങനെ മനുഷ്യർ ജീവിക്കും? ഇവിടെ നമ്മൾ ജാഥ നടത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട്. വെറുതെ ജാഥ നടത്തി പോവല്ല. ഒന്ന്, പരമ്പരാഗതമായ രീതികളുണ്ട്. മതിലുണ്ടാക്കുക, കിടങ്ങുകൾ കുഴിക്കുക, വനാതിർത്തിയിൽ സൗരോർജ വേലി വയ്ക്കുക, റെയിൽ കാർഡ് വയ്ക്കുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 4 വർഷമായി ഈ സർക്കാർ ഈ പരമ്പരാഗതമായ രീതികൾക്ക് വേണ്ടി 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ. ഞങ്ങളെ കണക്കെടുത്ത് കാണിച്ചു നിയമസഭയിൽ. ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. അപ്പോൾ ഈ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. കടുവ ഭക്ഷിച്ചോട്ടെ, ആന ചവിട്ടി കൊന്നോട്ടെ, പുലി കടിച്ച് കീറിക്കോട്ടെ, നിങ്ങളുടെ വിധി എന്നാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പം നമ്മുടെ ഡിമാൻഡ് പരമ്പരാഗതമായ സംവിധാനങ്ങൾക്ക് പണം അനുവദിക്കണം. 1. 2, ലോകത്തെ എല്ലാ രാജ്യത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ആധുനികമായ സങ്കേതങ്ങളുണ്ട്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടായാൽ അറിയാൻ പറ്റും. ഇത് ശാസ്ത്രയുഗമാണ്. അറിഞ്ഞാൽ പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി ഇതിനെ തിരിച്ചോടിക്കാനുള്ള സംവിധാനമുണ്ട്. ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ്, ഹിമാചൽ. കേരളത്തിലെ വനംവകുപ്പ് മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പരമ്പരാഗതമായ രീതികളും ആധുനികമായ രീതികളും അവലംബിക്കണം. പിന്നെ വനം സംരക്ഷിക്കണം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇനി വനം വേണ്ട. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ജനവാസ കേന്ദ്രം ഫോറസ്റ്റായിട്ട് പ്രഖ്യാപിക്കുക. ബഫർ സോൺ വരാൻ പോകുന്നു. 1 കിലോമീറ്റർ. കട്ടപ്പന ടൗണും ബത്തേരിയും ഉൾപ്പെടെ ടൗണുകൾ ഫോറസ്റ്റ് ആവുക. മനുഷ്യരെങ്ങോട്ട് പോവും? മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? സംസ്ഥാന സർക്കാരിന്, സ്റ്റേറ്റിന്. അവരാ ഉത്തരവാദിത്വം പാലിക്കുന്നില്ല. അതാണ് പ്രശ്നം. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം, സംശയമില്ല. അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 18 പേരും അതിനുവേണ്ടി പോരാടും. ഒരു സംശയവും വേണ്ട. UDF ആ തീരുമാനമെടുത്തിട്ടുണ്ട്. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്. നിങ്ങളുടെ MLA അനിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്.